മാന്യമായിട്ടുള്ള ചെറിയ സൗണ്ടാണ് ഉണ്ടാവും, അല്ല സൗണ്ട് ഇടാറുമില്ല. പിന്നെ എടുത്തു പറയുകയാണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സൗണ്ടൊക്കെ ഉണ്ടാക്കി പൊതു ഇത് ഉണ്ടാക്കാതിരിക്കുക. ഞാനത് ഇടാറ് പോലുമില്ല, വണ്ടി എടുക്കാറുമില്ല. സോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും നമ്മളോട് കുറേ കാലമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ബ്രോ ബ്ലൂ ബി വീഡിയോസോടെ, ബ്ലൂ ബി എക്സോസ്റ്റ് വർക്ക് കഴിഞ്ഞില്ലേ, വീഡിയോ എവിടെയാണ് ഗൈസ്. ഒരു 1-2 മാസമായി നമ്മളെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട്, വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ എക്സോസ്റ്റിന് ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ട്, എക്സോസ്റ്റ് ഒന്നും ഇടാറില്ല. പക്ഷേ എന്നാലും നമ്മൾ അന്ന് വർക്ക് ചെയ്തപ്പോൾ എടുത്ത് വെച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നാലും നമ്മൾ കാണിച്ചു തരാം. സോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണാം. ഇനി അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മൾ ബ്ലൂ ബി ഡ്യൂക്കി വീഡിയോസൊക്കെ ആയിട്ട് വരും എന്നും പറയുന്ന കാര്യമാണ്. പക്ഷേ കുറേ പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ട് പറ്റുന്നില്ല. ഇതാ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ്, അപ്പോൾ ഫുള്ളായിട്ട് കാണാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇൻസ്റ്റയിൽ വണ്ടിൻ്റെ കൂടുതൽ എക്സോസ്റ്റ് വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ എക്സൈറ്റ്മെന്റ് ഒരു കിടിലൻ ഓഫർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊരു ഗെയിം ലവർ ആണോ? നിങ്ങൾക്ക് ഗെയിമിൽ വിന്നാവാൻ താല്പര്യമുണ്ടോ? 5 ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ട്രൈ ചെയ്ത്, അതിൻ്റെയൊക്കെ ആളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് വിൻനെക്സ്. ഇതിൽ ഒരുപാടധികം ഗെയിംസ് ഉണ്ട്. അത് നമുക്ക് കിടക്കാഴ്ചയായിട്ട് റിവാർഡ്സും മണിയും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ റൗലിറ്റ് റോയൽ എന്ന് പറയുന്ന ഗെയിമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറച്ച് കാലമായിട്ടാണ് ഇത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ഒക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളിയല്ലേ? വെയിറ്റ് ഇതൊന്നും കൂടാതെ നമ്മുടെ വിൻ എക്സ്ചേഞ്ച് ഒരു കിടിലൻ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് വിന്നാവുന്നവർക്ക് 16 Pro Max ആണ് കൊടുക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് വിൻ എക്സ്ചേഞ്ച്? ഇപ്പോൾ തന്നെ കയറിയിട്ട് സൈൻ അപ്പ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഗോപിയുടെ ഉണ്ട്, വർക്കിന് കയറ്റാൻ പോവാണ്. രാത്രിയായി, ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, ഐ ആം വെരി ഹാപ്പി. കുറേ ദിവസമായിട്ട് വിചാരിച്ചാണ്, കുറേ ദിവസം തിരക്കായി പോയി. നമ്മൾ നേരെ കയറ്റാൻ പോവാണ്. എന്തായാലും കയറ്റാം നമുക്ക് വണ്ടി. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി കൂടെ പൊക്കാൻ പോവാണ്. അടിയിൽ വർക്ക് കിടക്കാണ്. ഹാപ്പി ഹാപ്പി ഹാപ്പി. നമ്മുടെ ഉള്ളെത്തിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇതിൽ ഉണ്ടായിരുന്നു ചേട്ടാ, എക്സോസ്റ്റ്. അത് കളഞ്ഞാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഇത്ര ഒരു പീസ് വരും. എന്തായാലും നോക്കാം. വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. വർക്ക് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. രാത്രിയാണ്, മഴയാണ്. പകല് ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ജിമ്മിൽ പോവാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അണ്ടർഗ്ലോ ലൈറ്റൊക്കെ ഇതാ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെറിയ 2 സൈഡ് പോയി. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഇത് നമ്മൾ ഫുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ത്രോട്ടിൽ ബോഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ പിടിപ്പിച്ചാൽ മതി. ബ്ലൂ ബിയോണയ അങ്ങനെ നമ്മുടെ അണ്ടർഗ്ലോ ലൈറ്റ് 2 എണ്ണം മിസ്സിങ് ആണ്. അതായത് ലോവർ ആയിരുന്ന സമയത്ത് അടി തട്ടി പൊട്ടിപ്പോയി. അങ്ങനെ വയറിങ് ശരിയായി. ഇതാ ആ പോർഷൻ, ഈ പോർഷൻ ബാക്ക് ഫുൾ അണ്ടർഗ്ലോയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് നമുക്ക് ഇതാക്കി വെക്കണം. ഇൻസുലേഷൻ ഇതാ, ഇൻസു അടിക്കാം. ഇൻസുലേഷനാ. അങ്ങനെ വണ്ടി താണ് വന്നു. നമ്മുടെ അണ്ടർഗ്ലോ ലൈറ്റ് സെറ്റാക്കി. പിന്നെ കാണുന്നില്ല, പൊട്ടിക്കടാ. ഫുൾ വർക്ക് കഴിഞ്ഞില്ല, ചെറിയൊരു പണി കിട്ടി. നമ്മൾ കേബിൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ ഹാഫ് സൗണ്ട് ആയിട്ട് കേട്ടാ. ഇനി നാളത്തേക്ക് കംപ്ലീറ്റ് ആക്കണം പണി. അപ്പം തന്നെ ഒരു പണി നോക്കി എടുക്കണേ. തട്ടു ചെവി നോക്കണേ. ഓടെ ഹാട്ടുകാരടിക്കുമ്പോൾ സൗണ്ട് ആക്കാൻ പറ്റും. സോ ഗായ്സ്, അങ്ങനെ അടുത്ത ദിവസം നമ്മൾ വണ്ടിൻ്റെ എക്സോസ്റ്റ് രാത്രി തീർക്കാൻ വേണ്ടി നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അവിടെ ജിമ്മെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അർദ്ധരാത്രിയോടെ അടുത്തോതിരിക്കുമ്പോൾ അടുത്ത വർക്കുകൾ നമ്മുടെ ബ്ലൂ വീക്കുട്ടന് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ണൻ നമ്മളെ കാണുമ്പോൾ ഓടി മറയുകയാണ് ഇരുട്ടിലേക്ക്. നമുക്ക് എന്തായി എന്ന് അണ്ണനോട് തന്നെ ചോദിക്കാം. അപ്പം ഞാൻ ചോദിച്ചിട്ട് വണ്ടി കൂടെ എയറിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പണി നടന്ന് അടിപൊളിയാക്കിയിട്ട് പുറത്തെത്തിയിട്ട് നമ്മൾ കാണിച്ചു തരാം. എറൗണ്ട് ഒരു 2 ആഴ്ചയായി നമ്മൾ പുറകെ നടക്കുന്നു. അന്ന് 2-3 ദിവസം മുമ്പേ പണിതായിട്ട് അങ്ങോട്ട് പോയി. നമ്മൾ കുറച്ച് തിരക്കായി, അണ്ണനും കുറച്ച് തിരക്കായി. അപ്പം ഇന്ന് നമ്മൾ പണി തീർക്കും. എന്നിട്ട് പകല് കാണാം. ഏത് മോടെ? കോളേ മോട. പിന്നെ കുറച്ച് റീൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ കുറച്ചൊരു സൗണ്ടിനെ പറ്റി പറയാനുണ്ട്. കാര്യം അന്ന് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഇന്നാണ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. അതായത് ഫുൾ ടൈം ഒന്നും ഇടൂലല്ലോ. അപ്പോൾ ഫുൾ ടൈം ഓഫ് ആക്കിയിട്ട് ഉണ്ടാകുക.
പറഞ്ഞല്ലോ നമ്മളൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് സമൂഹത്തിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുൾ ടൈം ഓഫാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 1 മണിക്കൂറിനുള്ളിൽ പണി കഴിയും. അപ്പോൾ ഇറക്കി പകൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ അടിപൊളി സ്റ്റിയറിംഗ് കവർ നമ്മൾ എടുത്തിട്ടുണ്ട്. മോമോ ഒന്നും കയറ്റുന്നില്ല, ഈ സ്റ്റാൻഡേർഡിൽ തന്നെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാര്യം മോമോ ഞാൻ വെറുത്ത കാര്യമാണ്. അപ്പോൾ നല്ല വളച്ചാലും വളയില്ല, 2 കൈ വേണം ഓടിക്കാൻ, 3 കൈ വേണം എക്സ്ട്രാ വാടകയ്ക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നാളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. പറ്റുവാണെങ്കിൽ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് കുറേ ഞാൻ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ മോമോ എടുക്കണം ഇത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ ലേറ്റ് ആക്കിയത്. അപ്പോൾ തൽക്കാലം ഞാൻ തീരുമാനിച്ചു സ്റ്റാൻഡേർഡിൽ തന്നെ വെക്കാം. ഇതും കൂടെ വെച്ചാൽ നല്ല നൈസ് ലുക്കായിരിക്കും ഇത്. നമ്മുടെ ബ്ലൂബി നല്ല ലുക്കായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കുറേ ദിവസം എടുക്കാത്തതുകൊണ്ട് ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ലുക്കിനൊന്നും ഒരു കുറവില്ല കൈസ് കേട്ടോ. നമ്മൾ വണ്ടി കുറേ ആയിട്ട് എടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന്. ഈ സൈഡിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതങ്ങ് ഇളകിപ്പോയി. ഇതിന് നമുക്ക് അവിടെ നിന്ന് കാരണം അടിത്തട്ടി ഓവറായിരുന്ന സമയത്ത് അടിത്തട്ടിയിട്ട് ഇളകിപ്പോയി. ഇനി ഇതൊന്നും നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഫുള്ളായിട്ട് വണ്ടി എടുക്കാൻ പറ്റാതെ. വണ്ടി എടുക്കലേ ഇല്ല ഞാൻ, അതാണ് കേട്ടോ പറ്റിയത്. പിന്നെ എക്സോസ്റ്റിൻ്റെ കേബിൾ ഉണ്ടല്ലോ, കേബിൾ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സൗണ്ടും കൂടെ എനിക്ക് കേൾപ്പിച്ച് തരാം. സോ നമ്മുടെ വണ്ടീൻ്റെ മെയിനായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഏകദേശം 4 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് കുറേ ക്ലിപ്പൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കേൾക്കുന്നത് നമ്മുടെ വണ്ടീൻ്റെ സാധാ സൗണ്ടാണ്. ഇപ്പോൾ നൈസായിട്ട് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സാധാ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് തന്നെ സൗണ്ട് മാറ്റാം. ആക്സിഡൻറ്റ് കൊടുത്തിട്ടില്ല. ചെറിയൊരു മാന്യമായിട്ടുള്ള ചെറിയ സൗണ്ടാണ്. അതിപ്പോൾ കേബിൾ ലൂസ് ആയതിന് ഫുൾ ടൈം ഒന്നും സൗണ്ട് ഉണ്ടാവില്ല, സൗണ്ട് ഇടാറുമില്ല. പിന്നെ എടുത്ത് പറയുകയാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സൗണ്ടൊന്നും ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാതിരിക്കുക. ഞാനത് ഇടാറ് പോലും ഇല്ല, വണ്ടി എടുക്കാറുമില്ല. സോ എന്നാലും സൗണ്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. കുറേ പേരുടെ വണ്ടീൻ്റെ സൗണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാറി കൂടി ഹോതാക്കി ഇങ്ങനെ ചെവിടുതല പൊട്ടിക്കുന്ന സൗണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ സൗണ്ടൊന്നും ആക്കരുത് കേട്ടാ. ഇതിപ്പോൾ നിങ്ങൾ നേരിട്ട് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. ചെറിയൊരു സീറ്റ് സൗണ്ടാണ്, നല്ല ഗുറു പോലത്തെ ചെറിയൊരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബ്ലൂബീൻ്റെ സൗണ്ട്. ഇടയ്ക്ക് ഇടുള്ളൂ, കാര്യം മൈലേജ് ഷോട്ട് ആകുന്നുണ്ട്, ഇടാറൊന്നുമില്ല. ചിലവരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാറിക്കൊണ്ട് പോകുന്ന ഇറിറ്റേഷൻ ആവുന്ന സൗണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ഒരു സീറ്റ് സൗണ്ട് ഉണ്ടല്ലോ, ആ സാധനമാണ്. ചെറിയ നല്ല കേട്ടിരിക്കുക, നല്ല രസമാണ്. എണ്ണ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. സോ അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. പുതിയ വർക്ക് എന്താണ് നമ്മുടെ ബ്ലൂബി വേണ്ടതെന്ന് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഒരു കിഡ്ലം വീഡിയോ വീണ്ടും കാണാം. അതൊരു ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.